നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബൂണ്ടസ്ലീഗയിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ബയർ ലെവർക്യൂസൻ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് അവർ വെർഡർ ബ്രമനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ബൂണ്ടസ്ലീഗ കിരീടം ബയർ സ്വന്തമാക്കുകയും ചെയ്തു. ക്ലബിന്റെ 120 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ജർമ്മൻ ലീഗ് കിരീടം ഇപ്പോൾ ബയർ ലെവർക്യൂസൻ സ്വന്തമാക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് പരിശീലകൻ സാബി അലോൺസോക്ക് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്തെന്നാൽ ബയേൺ മ്യൂണിക്കിന്റെ ആധിപത്യം അവസാനിച്ചു എന്നുള്ളതാണ്. അവസാനത്തെ 11 ബൂണ്ടസ്ലീഗ കിരീടങ്ങളും സ്വന്തമാക്കിയത് ബയേൺ മ്യൂണിക് ആയിരുന്നു. ആ കുതിപ്പിനാണ് ബയർ ലെവർക്യൂസൻ ഇപ്പോൾ തടയിട്ടിട്ടുള്ളത്. ജർമ്മനിയിലെ സർവശക്തരായിരുന്ന ബയേണിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരുടെ ഈ ഒരു മോശം പ്രകടനത്തിന് കാരണം പലതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിശീലകനെ മാറ്റേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. പരിശീലകരെ അവർ മാറ്റി മറിച്ചിരുന്നു. നഗൽസ്മാനെ പുറത്താക്കിയത് അബദ്ധമായി പോയി എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. തോമസ് തുഷേലിന് പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നഗൽസ്മാനെ വീണ്ടും ബയേണിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പോലും ചില ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ സമ്മറിൽ ഒരുപാട് താരങ്ങളെ ബയേൺ സ്വന്തമാക്കിയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചത് സൂപ്പർ താരം ഹാരി കെയ്നിന് വേണ്ടിയാണ്. ക്ലബിന്റെ ഈ ഒരു മോശം പ്രകടനത്തിൽ ഒരു കാരണവശാലും ഹാരി കെയ്നിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം 39 ഗോളുകളും 12 അസിസ്റ്റുകളും നേടിക്കൊണ്ട് ഈ സീസണിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ സമീപകാലത്ത് കൊണ്ടുവന്ന മറ്റുള്ള താരങ്ങളൊന്നും പ്രതീക്ഷിച്ച രൂപത്തിൽ ക്ലിക്കായില്ല എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ പരിക്കുകൾ പലപ്പോഴും ബയേണിനെ അലട്ടിയിട്ടുണ്ട്. പവാർഡിനെ കൈവിട്ടതും സ്റ്റാനിസിച്ചിനെ ലോണിൽ വിട്ടതും പകരക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ വൈകി തുടങ്ങിയതുമൊക്കെ ഇതിന്റെ കാരണമായിക്കൊണ്ട് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല സമീപകാലത്തെ ട്രാൻസ്ഫർ വിൻഡോകളിലെ ക്ലബിന്റെ ഇടപെടലുകൾ അത് പരാജയമായിരുന്നു എന്നാണ് പലരും ആരോപിക്കുന്നത്. മാത്രമല്ല അൽഫോൺസോ ഡേവിസ്, ജോഷുവ കിമ്മിച്ച് തുടങ്ങിയ താരങ്ങളൊക്കെ ക്ലബ്ബ് വിടാനുള്ള ഒരു മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു രൂപത്തിലാണ് അവർ കളിച്ചിട്ടുള്ളതും. ചുരുക്കത്തിൽ എന്തായാലും ഒരു അഴിച്ചുപണി ഇപ്പോൾ ബയേണിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു സമയമാണിത്. ഈ സീസണിന് ശേഷം തോമസ് തുഷേൽ പരിശീലക സ്ഥാനത്തുണ്ടാവില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.